ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കണത് നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ഉണക്കപ്പയറുണ്ടല്ലോ, ഈ ഉണക്കപ്പയറും പിന്നെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴവും ഇത് രണ്ടും കൂടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുക്കണത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് എടുക്കും. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഉണക്കപ്പയറിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ പരത്തിയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ചട്ടിയിലിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഇതേപോലത്തെ ഇങ്ങനെ ചെറിയ പയർ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉണക്കപ്പയറല്ലേ, അങ്ങനത്തെ പയറാണ് എടുത്തേക്കുന്നത്. ഈ പയർ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. ഈ പയർ ഞാനിപ്പോൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടു. ഇപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഈ പയർ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വേണം ഈ പരിപ്പ് നമ്മളിനി വേവിച്ചിട്ട് എടുക്കും. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താണ്ട് വേവിക്കണ്ട. ഇതേപോലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ പയർ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പയർ, നമ്മൾ 1/2 കപ്പായിട്ട് നമ്മൾ ഉണക്കപ്പയർ എടുക്കുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അത്യാവശ്യം ഇത്രയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ എടുക്കണ കപ്പിൽ ഞാനിപ്പോൾ ഇതേപോലത്തെ ഇങ്ങനെ ചില്ലിൻ്റെ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സിൽ 1/2 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. കാരണം ഒരുപാട് വെള്ളം ചേർത്തിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല. ഇത് നമ്മുടെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. 250 ml മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, ആ കപ്പും ഈ ഗ്ലാസ്സിലും കൂടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു സെയിം ആയിട്ട് വരും. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ട് വരണ്ടേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിലിടുക, അല്ലെങ്കിൽ ഞാനിവിടെ മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 കപ്പ് എടുക്കുക. ഇത് 250 ml കപ്പാണ്. ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ പയർ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടൻ ചെറിയ ഏത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 പഴമൊക്കെ വേണ്ടി വരും. ഈ പഴം ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണം. പഴം പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളം കയറും. അപ്പോൾ ഈ പഴവും ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണം. ഈ ഉണക്കപ്പയറും വേവിച്ചിട്ട് എടുക്കണം. പിന്നെ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. എന്നാലും ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എല്ലാ വിരലും കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതൊരു 2.5 പിടി തേങ്ങയുണ്ട്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായയുടെ പൊടിയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പും കൂടിയും ചേർക്കണം. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. അത് മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പയറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ പയർ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് ഈ കുതിർത്തി വെച്ചേക്കണ പയർ ചേർക്കാം. ഞാനിവിടെ പയർ മാത്രമായിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ കുതിർത്തിയിട്ട് തന്നെ നിങ്ങൾ പയർ വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഇതേപോലെ നിൽക്കുന്നത്. ജസ്റ്റ് ആ പയർ ഒന്ന് കവർ ചെയ്തിട്ട് മാത്രമേ വെള്ളം നിൽക്കണുള്ളൂ. ഇനി തീ ഓണാക്കാം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പോവാത്ത തരത്തിൽ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ വെള്ളം ഭയങ്കര ഡ്രൈ ആയിട്ട് പോയിട്ട് അടിയിൽ പിടിക്കും. ഇപ്പോൾ അത് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറുതായിട്ട് വളരെ കുറച്ച് വെള്ളം ഉണ്ടാവും. പക്ഷേ ശരിക്കും ഇതേപോലെ ഇങ്ങനത്തെ ഈ പയർവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വേവിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളിപ്പോൾ 1/2 കപ്പ് ഇപ്പോൾ നമ്മൾ പയറെടുത്തല്ലോ, ഇത് കുതിർത്താൻ പോണതിന് മുമ്പുള്ള അളവാണ് കേട്ടോ പറയണത്. ഈ പയറിൻ്റെ കുതിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പയർ ഒന്നും കൂടി വീർത്തൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ 1/2 കപ്പ് പയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വെന്ത് വരും. അത് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ എന്തായാലും നല്ല അടിയിൽ പിടിക്കും. ഈ പയർ വേവുമ്പോഴേക്കും അടുത്ത അടുപ്പിൽ
പഴവും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. പഴം പുഴുങ്ങാൻ എന്നാലും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ സാധാരണ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പിൽ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി പാത്രം, അതിനകത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുത്താലും മതി. എൻ്റെ അടുത്ത് ഉണ്ട് അതേപോലത്തെ, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ട് വയ്ക്കുക. ഇതേപോലത്തെ തട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നു. ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ വലിയ ചെറിയ പാത്രമാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളും, വലുതാണെങ്കിൽ അതനുസരിച്ചിരുന്നോളും. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ടുണ്ടാവില്ലേ, ആ തട്ടിൻ്റെ പോലെ തന്നെ. പക്ഷേ ഇതൊരു എല്ലാ പാത്രത്തിലും ഇത് ഫിറ്റാവും. ഇതിലേക്ക് പഴം വയ്ക്കാം. പയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വയ്ക്കുന്നത്. ഈ പയറും പഴവും വേവണ സമയം കൊണ്ട് ഈ മൈദപ്പൊടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിപ്പോൾ പിന്നെ കറക്റ്റ് ഇത്രയ്ക്ക് തന്നെ വേണമെന്നില്ല, ഞാനൊരു ഏകദേശം അളവാണ് ഞാൻ പറയുന്നത്. ഒരു 1/2 കപ്പും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മെഷറിംഗ് കപ്പിൽ ഇപ്പോൾ കറക്റ്റ് അളവിലാണ്, ഇപ്പോൾ ഞാനിവിടെ അത്രയ്ക്കേണ്ട കറക്റ്റ് അളവിലല്ല എടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് അളവിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടി കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം മതിയാവും. കാരണം ഇത് നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കണതൊന്നുമല്ലല്ലോ, അപ്പോൾ അതിനെ കറക്റ്റ് ഇത്രയ്ക്ക് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനങ്ങോട്ട് കുഴച്ചിട്ടെടുക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കണം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പയറിൻ്റെ മിക്സ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ആ സമയം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. തുറന്ന് വയ്ക്കണ്ട, അങ്ങനെ മൂടി വയ്ക്കാം. ഇത് നീക്കി വയ്ക്കാം. കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പയറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട്. ഇത് ഞാനൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഈ പയറിൻ്റെ ഈ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും വെള്ളമില്ലാണ്ട് എടുക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ പയറും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. നമ്മൾ പഴവും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പഴവും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ്, കാരണം ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ നിങ്ങൾ എടുക്കണ പഴം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. അതേപോലെ ഇങ്ങനെ ഈ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ഏത്തപ്പഴമൊക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ കല്ലച്ച പോലെ ഇരിക്കും. പക്ഷെ അത് വെച്ചിട്ട് അങ്ങനത്തെ പഴം വെച്ചിട്ട് ഉണ്ടാക്കരുത്, കാരണം ഇതിനകത്ത് ഒട്ടും ഇങ്ങനെ കട്ട പോലെ കിടക്കരുത്. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് അങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ വേവിച്ചെടുത്തേക്കണ പയർ ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് ഒട്ടും വെള്ളമില്ല കേട്ടോ, ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പയർ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കുമ്പോൾ സാധാരണ നമ്മൾ മറ്റേ ലോ സ്പീഡ് മീഡിയം സ്പീഡൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ മറ്റേ സൈഡിൽ മറ്റേ വിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വിടാണ്ട് നിൽക്കുന്ന ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ, അതുമ്മ പിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഈ മിക്സിലേക്ക് തേങ്ങ ചേർക്കാം. ഏലക്കായയുടെ പൊടി ചേർക്കുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏലക്കായയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ മൈദയുടെ കോട്ടിങ് കൂടിയും വരുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പഴത്തിൻ്റെ മധുരം കൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം മധുരം കിട്ടില്ല. ഇതിലേക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പുഴിഞ്ഞ് വെച്ചേക്കണ പഴവും ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. അപ്പോൾ പയർ നിങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഈ മൈദപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ മൈദപ്പൊടി എടുക്കുക. ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. ഈ മാവ് എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും ആയിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മിക്സ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ മിക്സ് വയ്ക്കണം. ഈ മിക്സ് വയ്ക്കുന്ന സമയത്ത് മിക്സ് ഒട്ടും ചൂട് പാടില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഈ ഏറ്റവും ഈ ഇതിൻ്റെ ഈ സൈഡിലേക്ക് അങ്ങോട്ട് പോകണ്ട. ഇതേപോലെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കൈമ ചിലപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. ഇത് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യുക. ഏറ്റവും ആദ്യം ഇതേപോലെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇതിന് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഞാനിതിനെ ഇവിടെ 2 പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഇത്രയ്ക്ക് വലുത് വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഒരു പീസ് നീക്കി വയ്ക്കുക. ഈ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഇവിടെ ഈ എഡ്ജ് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. ഈ സൈഡ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുക. ഇത് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇതിനായിരുന്നാലും അങ്ങനെ പരത്തിയിട്ടൊന്നും എടുക്കുമ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പൊന്നുമില്ല. ഈ 2 എഡ്ജും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകും. കുറച്ചങ്ങനെ പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല. ഇത് ചപ്പാത്തി കോല് വെച്ചിട്ട് അധികം ബലം കൊടുക്കാണ്ട് ഒന്ന് പരത്താം. ചില സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് തുറന്നു പോയിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടല്ലല്ലോ പൊരിച്ചിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കണ പോലെയാണ് ഇത് നമ്മൾ ചുട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അങ്ങനെ പുറത്ത് ഇരുന്നാലും കുഴപ്പമില്ല. ഇതും ഇതിൻ്റെ കൂടെ കൊണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് മുരിയുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് അങ്ങനെ ഭയങ്കര ബലം കൊടുത്തിട്ട് പരത്തണ്ട. ഞാനത് ഭയങ്കര ഒട്ടും ബലം കൊടുക്കാണ്ടാണ് ഇത് ഞാൻ പരത്തിയിട്ടെടുത്തത്. പിന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പോന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇത് നമ്മൾ പാനിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ് കൈ കൊണ്ട് വേണമെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇങ്ങനെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് ഉണ്ട്. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ പരത്തിയെടുത്തപ്പോഴും കുറച്ച് അതിൻ്റെ ഉള്ള ഫില്ലിങ് പുറത്ത് വന്നിട്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇത്രയ്ക്ക് വെച്ചിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 8 എണ്ണം ഉണ്ടാക്കിയേക്കുന്നത്. അത് 4 എണ്ണം ഉണ്ടാക്കിയത്. എന്നിട്ട് 4 എണ്ണത്തിന് നമ്മൾ കട്ട് ചെയ്തപ്പോൾ 8 എണ്ണം കിട്ടി. ഇത് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കണം. നെയ്യിൽ തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചെയ്യാം. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം തെളിച്ച് നോക്കിയത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിന് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് നെയ്യാണ്ട് വരുന്നില്ല. ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെക്കാം. ഇതേപോലെ നമ്മളിങ്ങനെ പരത്തിയിട്ട് വെക്കുമ്പോൾ ഇത് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെക്കേണ്ട. പക്ഷെ ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ മതി. ഈ തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കുക. അതേപോലെ ഇങ്ങനെ നെയ്യിൽ കിടന്നിട്ട് ഇത് അങ്ങോട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിടുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് മൊരിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയാം. നല്ല രസമാണ്. ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫില്ലിങ് ആയിട്ടിരിക്കും. പൊള്ളണം. ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഇരിക്കും. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് ഫില്ലിങ്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മൈദപ്പൊടി നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചിട്ട് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഇരിക്കും. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് ഫില്ലിങ്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മൈദപ്പൊടി നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചിട്ട് എടുക്കുക.